എല്ലാവർക്കും A2Z മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ്. അതായത് നമ്മൾ തീ കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് തരം ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോയിൽ ഇട്ടുവിട്ടാലോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഹാൻഡ് സ്പ്രെയർ ആണ്. സാധാരണ ചെടികൾക്ക് മരുന്നടിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കാറ്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്ററിൻ്റെ ഒരു സ്പ്രെയർ ബോട്ടിലാണ്. ഏകദേശം 200 രൂപയാണ് ഇപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്, അതുപോലെ വിനാഗിരി, നമ്മുടെ അച്ചാറൊക്കെ കേടുവരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ സ്പ്രെയർ ബോട്ടിലേക്ക് നമുക്ക് ഈ വിനാഗിരി ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബേക്കിംഗ് സോഡ നമുക്കൊരു ബലൂണിലേക്ക് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബലൂൺ എടുത്ത് നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിനെ കട്ട് ചെയ്ത പീസിലേക്കാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്, അത് ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിൽ മാക്സിമം എത്ര നമ്മുടെ ബലൂണിനകത്തേക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുമോ അത്ര നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഈ ബേക്കിംഗ് സോഡയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് വിനാഗറുമായിട്ട് പ്രവർത്തിച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്പ്രെയറിൻ്റെ പമ്പിലേക്ക്, അതായത് എയർ ഫില്ല് ചെയ്യുന്ന ആ പമ്പിലേക്ക് ബലൂണിൻ്റെ വായുഭാഗം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മൾ നല്ല ടൈറ്റായിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ, ഊരിപ്പോകാനുള്ള ചാൻസ് ഇല്ലാത്ത രീതിയിൽ വേണം വെക്കാൻ. ഓക്കെ, ഇനി നമുക്കിത് സ്പ്രെയറിനകത്തേക്ക് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇതിൻ്റെ ഹാൻഡ് പമ്പ് പ്രസ് ചെയ്ത് എയർ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ടാണ് ബലൂണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബലൂണ് വീർത്ത് പൊട്ടുകയും അതിൻ്റെ അകത്തുള്ള ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻ മൂലം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാവും. അപ്പം നമ്മൾ എയർ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ആ ഫയർ കെടുത്താൻ വേണ്ടിയിട്ട് ഫയറിൻ്റെ അടുത്ത് കൊണ്ട് ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും പുറത്ത് വരിക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ തീ കെടുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചെറിയ ഫയർ എക്സ്റ്റിംഗ്വിഷർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് നേരെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വിനാഗറും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സ്പ്രെയറിൽ ഉപയോഗിച്ചിട്ട് ഒരു മെത്തേഡ് നമ്മൾ ചെയ്തു. നമ്മുടെ തീ അത്യാവശ്യം കെട്ടു, വലിയ കുഴപ്പമില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണത്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് പിന്നെ അടുത്തതുള്ളത്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു 2 ലിറ്ററിൻ്റെ ഒരു സോഡ ബോട്ടിൽ, അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഇവിടെ ഏകദേശം പകുതിയോളം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു പൈപ്പിൻ്റെ ടാപ്പും ചെറിയൊരു ഓസും ഇതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിതിൽ വിനാഗർ യൂസ് ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ ബേക്കിംഗ് സോഡ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വാൾ ട്യൂബ് പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മളിതിലേക്ക് എയർ ഫില്ല് ചെയ്യണം, നമ്മൾ സൈക്കിൾ പമ്പ് ഉപയോഗിച്ച് എയർ ഫില്ല് ചെയ്യണം. എന്നിട്ട് നമ്മളിത് റിലീസ് ചെയ്യുന്ന ഈ പൈപ്പ് ടാപ്പ് തുറന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ എയറിൻ്റെ ഒപ്പം ഈ ബേക്കിംഗ് സോഡ കൂടി പുറത്തേക്ക് വരും. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ നമ്മൾ തീയിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ബേക്കിംഗ് സോഡയിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു മെത്തേഡ് കൊണ്ട് നമുക്ക് തീ കിടും. ഇപ്പോൾ ഇതുപോലത്തെ എക്സ്റ്റിംഗ്വിഷർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് അത്യാവശ്യത്തിന് എയർ ഫില്ല് ചെയ്താലും നമുക്ക് വലിയൊരു റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഒരു മെത്തേഡ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും മികച്ച കിഡ്ലൻ വീഡിയോസുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.